നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഈ ആഴ്ചയിലെ ലോട്ടറി ഭാഗ്യ നമ്പർ ഏതൊക്കെയെന്നാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും ലോട്ടറി ഭാഗ്യ നമ്പർ ഇടാറുണ്ട്. അപ്പോൾ 2026 മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയുള്ള ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2026 മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയുള്ള ആഴ്ചയിലെ, അതായത് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ആഴ്ചയിലെ ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഞാൻ ലോട്ടറി ഭാഗ്യ നമ്പർ ഇടുന്നുണ്ട്. പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്. പലരും ലോട്ടറി അടിച്ച കാര്യം പറയാറുണ്ട്. എന്നാൽ ലോട്ടറി അടിച്ചില്ല എന്ന കാര്യവും വിളിച്ചു പറയാറുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ലോട്ടറി അടിക്കണമെന്നില്ലല്ലോ. ലോട്ടറി എന്നത് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. അതിനൊരു ദൈവാധീനം തന്നെ വേണം, ഇല്ലേ? ലോട്ടറി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് നമ്പർ പറഞ്ഞു. അതൊരു ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചുള്ള കണക്കൂട്ടലുകൾ പ്രകാരമുള്ള നമ്പറുകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് എല്ലാവർക്കും അത് വന്ന് നല്ല വിധത്തിൽ സംഭവിക്കണം എന്നില്ല. കാരണം ഓരോരുത്തരുടെയും ജാതകത്തിൽ അവർക്ക് നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇതും കൂടി ചേരുമ്പോൾ അത് നല്ല ഫലം ഇവർക്ക് കിട്ടും. എന്നാൽ ജാതകത്തിൽ ദോഷ സമയമാണ് ഇവർ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ നമ്പർ അവർക്ക് ഫലിച്ചില്ല എന്ന് വരും. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, ലോട്ടറി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുന്നതാണ് വളരെ നല്ലത്. കാരണം നിങ്ങൾ ഇതിന് ആകൃഷ്ടരായി പോകുന്നവരാണ് പലരും. ഇതുമൂലം സാമ്പത്തിക പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് പലരും. എന്നെ വിളിക്കുന്നവരെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. സാമ്പത്തികമായ നഷ്ടങ്ങളാണ്. രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും നമ്പർ ഞങ്ങൾക്ക് പറഞ്ഞു താന്ന്. ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. എനിക്ക് നക്ഷത്രപ്രകാരമുള്ള, ഗ്രഹനില പ്രകാരമുള്ള, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഭാഗ്യ നമ്പർ പ്രകാരമുള്ള ചില കണക്കൂട്ടലുകൾ നടത്തിയിട്ടുള്ള ആ നമ്പറുകളാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാനുള്ളത്. അല്ലാതെ ഞാൻ ഈശ്വരനൊന്നുമല്ല ഇന്ന നമ്പറിൽ അടിക്കും എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട്, ഇല്ലേ? അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലരും ഈ ലോട്ടറി എടുക്കുന്നത് പലിശക്ക് കടം മേടിച്ചിട്ടാണ്. പലിശക്ക് കാശ് മേടിച്ച് ലോട്ടറി എടുക്കുന്നവർ ഉണ്ട്. കാരണം ലോട്ടറി അടിക്കുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാല്ല എന്നുള്ള ധാരണയാണ് ഈ പലിശക്ക് കാശ് എടുത്തിട്ട് ലോട്ടറി എടുക്കുന്നത്. കിട്ടാണ്ട് വരുമ്പോ എന്ത് ചെയ്യും? പലിശ കൂടി വരും, മുതൽ കൊടുക്കാനും പറ്റാത്ത അവസ്ഥ വരും, ഇല്ലേ? മിക്കവരെടുക്കുന്നത് ഒരു ലോട്ടറി ഒന്നുമല്ല. അവരെടുക്കുന്നത് ആയിരക്കണക്കിന് രൂപയുടെ ലോട്ടറികളാണ് ഒരു ദിവസം എടുക്കുന്നത്. ഇതെല്ലാം ഒരു നല്ലൊരു പ്രൈസ് ഇവർക്ക് അടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇവർ ഈ എടുക്കുന്നത്. അപ്പൊ നമ്പർ മാറിപ്പോയാൽ ചിലപ്പോൾ ഒരു നമ്പറിന്, 2 നമ്പറിന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സീരിയലായിരിക്കും മാറിപ്പോകും. അപ്പൊ അവർക്കുള്ള നിരാശ എന്തായിരിക്കും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അധികം നിരാശക്കിടവരാതെ, കൂടുതൽ ലോട്ടറി എടുക്കാതെ, പേരിന് മാത്രം ലോട്ടറി എടുത്ത്, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് പണക്കാരനാകാന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ലോട്ടറി എടുത്താലും ചിലപ്പോൾ അടിച്ചില്ലെന്ന് വരും. ഭാഗ്യം നിങ്ങൾക്ക് എന്താണാവോ അതേപോലെ വന്ന് സംഭവിക്കുകയും ചെയ്യും. അതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. ഇത് ലോട്ടറി കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും നക്ഷത്രങ്ങളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും ഒക്കെ ശിവപ്രിയ ജ്യോതിഷാലയത്തിന്റെ യൂട്യൂബ് ചാനലിൽ
വരുന്നുണ്ട്. എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണണം നിങ്ങൾ. അപ്പൊ ഈ ആഴ്ചയിലെ ഗ്രഹനില അനുസരിച്ച് ഓരോ ഗ്രഹത്തിന്റെയും നമ്പറാണ് ഞാൻ ഇവിടെ ആദ്യം പറയുന്നത്. ഞാൻ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്നാൽ പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. അതായത് പല ആൾക്കാരും ചോദിക്കുന്ന കാര്യം, ഞങ്ങളുടെ നക്ഷത്രപ്രകാരം ഞങ്ങൾക്ക് ഭാഗ്യ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണമെന്നാണ് പലരുടെയും ആവശ്യം. ചിലവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ചിലവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സമയത്തായിരിക്കും അവർ വിളിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള ഭാഗ്യ നമ്പർ എത്രയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. ചിലവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെന്താണ് കാരണം? വീഡിയോ മുഴുവനായിട്ട് പലരും കാണുന്നില്ല എന്നതാണ് സത്യം. അവർക്ക് ആവശ്യമുള്ള ആ നമ്പറിന്റെ ഭാഗം മാത്രം ഒന്ന് ഓടിച്ചു നോക്കിയെടുത്തിട്ട് ആ നമ്പർ മാത്രം ഇവർ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പോരാ. എന്റെ വീഡിയോ ഞാൻ ആദ്യം പറയുന്നതിന്, എന്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഞാൻ വെറുതെ വാചകം അടിക്കണില്ല. ഓരോരോ കാര്യങ്ങള് അതിൻ്റെതായ കാര്യകാരണ സഹിതവും ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ നമ്പറുകളെല്ലാം മുഴുവനായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോണില്ല. ഞാനിപ്പോ നിങ്ങളുടെ ഈ ആഴ്ചയിലെ ഒറ്റ നമ്പർ, രണ്ടക്ക നമ്പറും 3 അക്ക നമ്പറും 4 അക്ക നമ്പറും എത്രയാണെന്ന് ഞാൻ പറയാം. ഈ ആഴ്ചയിൽ വരുന്ന ഭാഗ്യ നമ്പറുകളാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുത്താൽ അത് നല്ലതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും, അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ വേറെ പറയാം. അത് അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയും. അപ്പൊ അത് ശ്രദ്ധിച്ച് ഇരിക്കണം. കാരണം വീഡിയോ അതാണ് മുഴുവനുമായി കാണണമെന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എല്ലാവരും ഇപ്പൊ ശ്രദ്ധിക്കുന്നത് ഏത് നമ്പറാണ് ഞാൻ പറയാൻ പോണെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്പർ ആദ്യം പറയുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് നമ്പർ അറിയണം, അതിനു വേണ്ടിയാണ്. അപ്പോ ആദ്യത്തെ ഒറ്റക്ക നമ്പർ, ഒരക്ക നമ്പറാണ്. ചിലവർക്ക് ഒരക്ക നമ്പർ വേണമെന്ന് പറയാറുണ്ട് ചിലർ വിളിച്ച്. അപ്പൊ ഒരക്ക നമ്പറാണ് പറയുന്നത്. അത് ഏതാണ്? 7, 3, 6, 9, 5, 8, 0. ഞാൻ ഒന്നും കൂടി പറയാം. ഈ ആഴ്ചയിലെ ഒരക്ക നമ്പറാണ് പറയുന്നത്. 7, 3, 6, 9, 5, 8, 0. ഈ ഒറ്റക്ക നമ്പറിലെ ടിക്കറ്റിലെ അവസാനത്തെ നമ്പറായിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇനി രണ്ടക്ക നമ്പറാണ്. അപ്പൊ രണ്ടക്ക നമ്പർ ഏതൊക്കെയാണ്? 13, 63, 56, 47, 90, 98, 28, 10. ഞാൻ ഒന്നുകൂടി പറയാം. രണ്ടക്ക ഭാഗ്യ നമ്പർ ഏതൊക്കെയാണ്? 13, 63, 56, 47, 90, 28, 98, അത് കഴിഞ്ഞ 28, അത് കഴിഞ്ഞ 10. ഈ നമ്പർ ടിക്കറ്റിന്റെ അവസാനത്തെ രണ്ടക്ക നമ്പറായി നിങ്ങൾക്ക് കാണാം. ഇനി 3 അക്ക നമ്പറാണ് ഞാൻ പറയുന്നത്. 3 അക്ക നമ്പർ എഴുതിയെടുത്തോളൂ. കാരണം ഇതെല്ലാം നമുക്ക് സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാനും ചില സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് എളുപ്പം പണിയാണത്. ഇത് ആ സ്ക്രീനിൽ നോക്കി അത് മാത്രം നോക്കിയാണ്ട് എടുത്താൽ മതിയല്ല. പക്ഷേ ചില സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതങ്ങനെ അടിച്ച് കാണിക്കാൻ. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്.
അപ്പോൾ ഞാൻ ഈ പറയുന്ന നമ്പറുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ എഴുതിയെടുക്കണം. പിന്നെ ചില ആൾക്കാരുണ്ട്, താല്പര്യം ഇല്ലാത്ത ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വെറുതെ അവർക്കിത് അറിയണം, എന്നിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ ടിക്കറ്റിന് നമ്പർ അടിച്ചില്ലെങ്കിൽ ഉടനെ കയറി നെഗറ്റീവ് കമന്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട്, നമ്മളെ തെറി പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് പോട്ടെ, അത് അവരുടെ സ്വഭാവം അതാണ്. അപ്പൊ ഇനി ഞാൻ 3 അക്ക നമ്പറാണ് പറയുന്നത്. 3 അക്ക നമ്പർ 063, അത് 063, അതായത് 3 അക്ക നമ്പർ. ഇനി 610, 763, 541, 680, 492, 112, 649, 269, 574. അപ്പൊ 3 അക്ക നമ്പറാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി പറയാം. 3 അക്ക നമ്പർ 063, 610, 763, 541, 680, 492, 112, 649, 269, 574. ഇതും അവസാനത്തെ 3 അക്ക നമ്പറായി എടുക്കാം. ഇനി 4 അക്ക നമ്പർ മിക്കവരും ചോദിക്കുന്നതാണ്. ലോട്ടറി അടിക്കണമെന്നുണ്ടെങ്കിൽ 4 അക്ക നമ്പർ ആണ് വേണ്ടത്. നമുക്ക് 4 അക്ക നമ്പർ പറഞ്ഞ് എന്നെ ഒന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് 4 അക്ക നമ്പർ പറയുന്നത്. 0594, 4 അക്ക നമ്പർ 0594, 5968, 5968, 6385, 7718, 2925, 4055, 3425, 3731, 1065, 4425. 4 അക്ക നമ്പർ ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് അത് എഴുതിയെടുക്കുക. 0594, 5968, 6385, 7718, അതായത് 7718, 2925, 4055, 3425, 3731, 1065, 4425. ഇതാണ് 4 അക്ക നമ്പർ. ഇനി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, അതായത് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ ഏതാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പറാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. 1 അശ്വതി നക്ഷത്രക്കാരുടെ നമ്പർ 7. അവർക്ക് 2 ഭാഗ്യ നമ്പറുണ്ട്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7, 9 ഇതവരുടെ ഭാഗ്യ നമ്പറാണ്. 7, 9 അശ്വതി നക്ഷത്രക്കാരുടെ. ഇനി ഭരണിക്കാരുടെ നമ്പർ ഭരണി 9, കാർത്തിക 1, രോഹിണി 2, മകീരം 9, തിരുവാതിര 4, പുണർദം 3, പൂയം 8, ആയില്യം 5, മകം 7, പൂരം 6, ഉത്രം 1, അത്തം 2, ചിത്തിര 9, ചോതി 4, വിശാഖം 3, അനിഴം 8,
തൃക്കേട്ട 5, മൂലം 7, പൂരാടം 6, ഉത്രാടം 1, തിരുവോണം 2, അവിട്ടം 9, ചതയം 4, പൂരുരുട്ടാതി 3, ഉത്രട്ടാതി 8, രേവതി 5. ഇതാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ. ഇത് ജ്യോതിഷ വിധിപ്രകാരമുള്ള നമ്പറാണ്, ജ്യോതിഷ നമ്പറാണ് ഓരോ നക്ഷത്രക്കാരുടെയും. ഇതിന് മാറ്റമില്ല, ഇതിന് ആഴ്ചകളിലോ മാസങ്ങളിലോ ഒന്നും മാറ്റമൊന്നുമില്ല. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ നമ്പർ ഉണ്ട്. അത് തന്നെയാണ് ഉറച്ച നമ്പർ. അല്ലാതെ ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാരുടെ നമ്പർ മാറില്ല. ഗ്രഹങ്ങളുടെ നമ്പർ മാറും. അത് ഓരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ഗ്രഹങ്ങളുടെ നമ്പറിന്റെ സ്വാധീനം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്കാരുള്ള പോലെ തന്നെയാണ് ഗ്രഹങ്ങൾക്കും നമ്പർ ഉള്ളത്. അത് മാറില്ല. എന്നാൽ ഓരോരുത്തരുടെയും ഈ ഗ്രഹനില അനുസരിച്ചുള്ള സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്പറിൽ വ്യത്യാസം വരും. അതാണ്. അപ്പോ ഈ ലോട്ടറി എന്ന ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.